നമസ്കാരം, വെൽക്കം ടു സിഗ്മ സൊല്യൂഷൻ. മക്കളെ, SCRT SSLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്തമാറ്റിക്സ് സെറ്റ് ബി സെക്ഷൻ ഡി ക്വസ്റ്റ്യൻ നമ്പർ 16 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം ചോദ്യത്തിലോട്ട് പോയാലോടാ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? 16ാമത്തെ ചോദ്യം എന്തായിരുന്നു മക്കളെ? കാൽക്കുലേറ്റ് 1 + 2 + 3 + etc. + 20 അല്ലെ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ് ആ ചോദ്യം പറഞ്ഞിട്ടുള്ളത്. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം അല്ലെ? 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? n × n + 1/2 എന്ന് പറയുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ n-ന്റെ വാല്യൂ എത്ര ആയിട്ട് കൊടുത്താൽ മതിയാ മക്കളെ? 20 ആയിട്ട് കൊടുത്താൽ പോരെ. അപ്പൊ S20 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും എനിക്ക്. S20 = എന്താണ് മക്കളെ വരിക? എങ്ങനെയായിരിക്കും വരിക? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-ന്റെ വാല്യൂ ആയിട്ട് 20 കൊടുക്കുമ്പോൾ 20 × 20 + 1 ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് 2 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ 20 × 21/2 ഇവിടെ 2 20 എത്ര വട്ടാണ് മക്കളെ? 10 വട്ടല്ലേ പോവാ. അപ്പൊ 21 × 10 210 എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എത്രയാണ് മക്കളെ വരിക? 210 ആണ് വരിക. അതായത് 1 മുതൽ 20 വരെയുള്ള ആൾക്കാരുടെ തുക എന്ന് പറയുന്നത്. ഇനി അടുത്തത് കാൽക്കുലേറ്റ് 3 + 6 + 9 + 60 ഇതല്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 + 6 + 9 + etc. + 60 ഇതല്ലേ വരുന്നത് മക്കളെ. ഈ എല്ലാ ടേമിലും എന്ത് കോമൺ ആയിട്ടുണ്ടാ മക്കളെ? 3 കോമൺ ആയിട്ടല്ലേ. ഞാനിവിടെ 3നെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 3ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് മക്കളെ വരിക? 1 ആണ് വരിക. 6ന് 3 പോയി കഴിഞ്ഞാൽ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 × 2 അല്ലേ വരിക അല്ലെ? 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? 3 × 2 അല്ലേ വരുന്നത്. അപ്പൊ എനിക്ക് 3നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്താ വരിക? 2 ആണ് വരിക. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? 3 × 3 അല്ലേ വരുന്നത്. അപ്പൊ അതിൽ നിന്ന് 3നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്താ വരിക? 3 ആണ് വരിക. പ്ലസ് etc. 60യുടെ കേസ് ആവുമ്പോ 60 എന്ന് പറയുമ്പോ 3 × 20 ആണ് മക്കളെ വരിക. അവിടെ നിന്ന് 3നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ വരിക? 20 എന്ന് പറഞ്ഞിട്ടാണ് വരിക. എങ്ങനെയല്ലേ വരിക? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാടാ, 3 × 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയല്ലേ വരുന്നത്. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്? 210 അല്ലേ. അപ്പൊ 3 × 210 = 630 എന്ന് പറഞ്ഞ ആൻസർ വരും ഇവിടെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എത്രയാണ് വരിക മക്കളെ? 630 ആണ് വരിക. ഇനി അടുത്തത് ഇതിലെ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ് മക്കളെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്? Calculate the sum of first 20 terms of the arithmetic sequence whose algebra expression is 3n + 2 അല്ലെ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ xn = 3n + 2 ആയിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാവുന്നത് അല്ലെ. അപ്പൊ ഈ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? അറിയാതെ വിചാരിക്കണോ അല്ലെ. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ Sn = എല്ലാവർക്കും അറിയാം n/2 × x1 + xn എന്ന് പറയുന്നതാണ് വരിക അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ S20 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ വരിക? 20 / 2 × x1 + x20 എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇങ്ങനല്ലേ മക്കളെ വരിക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? x1 എന്താണെന്നും കണ്ടുപിടിക്കണം, x20 എന്താണെന്നും കണ്ടുപിടിക്കണം. അപ്പൊ x1 എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? ഈ ഒരു ഇക്വേഷനിൽ n പകരം 1 കൊടുത്താൽ പോരെ. അപ്പൊ 3 × 1 + 2 എന്ന് പറഞ്ഞിട്ടുള്ള മക്കളെ 3 + 2 = 5 എന്ന് പറഞ്ഞിട്ട് വരും. ഇനി അടുത്തത് x20 ആവുമ്പോൾ എങ്ങനെയാണ് മക്കളെ വരിക? 3 × 20 + 2 = 60 + 2 = 62 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20/2 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 10 × x1ന് പകരം എന്ത് കൊടുക്കണം മക്കളെ? എനിക്ക് 5 + 62 എന്ന് പറഞ്ഞിട്ട് വരും. 62 5 കൂടി കൂട്ടുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 67 വരിക. അപ്പൊ 10 × 67 = 670 എന്ന് പറഞ്ഞിട്ട് വരും. ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്രയായിരിക്കും മക്കളെ വരിക? 670 ആയിരിക്കും വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. The sum of first n terms of an arithmetic sequence is 3n² + n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ find the first term of the sequence and the sum of the first two terms എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കണം, അതുപോലെ ആദ്യത്തെ 2 ടേമിന്റെ സമ്മും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയടാ മക്കളെ. Sn = എനിക്ക് എന്താണ് പറഞ്ഞിട്ടുണ്ട്? 3n² + n ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ വരിക? 3 × 1² + 1 എന്താണ് വരിക? 3 + 1 =
4 എന്ന് കൊണ്ട് വരും. അതായത് ഇതിന്റെ ആദ്യത്തെ പദം എന്താണെന്ന് കിട്ടിയടാ മക്കളെ എനിക്ക് 4 ആണെന്ന് കിട്ടി. ആദ്യത്തെ ഒരു പദത്തിന്റെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആദ്യത്തെ പദത്തിനല്ലേ സൂചിപ്പിക്കുന്നത്. SN എന്ന് പറഞ്ഞാൽ n പദങ്ങളുടെ തുകയാണ്. S1 എന്ന് പറഞ്ഞാലോ ആദ്യത്തെ ഒരു പദത്തിന്റെ തുകയാണ്. അതായത് ആദ്യത്തെ പദം തന്നെയാണ് മക്കളെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ഈ ചോദ്യത്തില് രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് the sum of first 2 terms, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 പദങ്ങളുടെ തുകയാണ് മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 2 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എന്താണ് വരിക S2 അല്ലേ കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പൊ S2 എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? n പ്ലേസിൽ 2 കൊടുത്താൽ പോരെ. അപ്പൊ 3 into 2 square അല്ലെ, 3 into 2 square പ്ലസ് എന്ന് പറഞ്ഞിട്ട് വരും മക്കളെ 2 എന്ന് പറഞ്ഞിട്ട് വരും. അതായത് n പകരം 2 കൊടുത്തു. അപ്പൊ 3 into 2 square എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 3 into 2 square എന്ന് പറയുമ്പോൾ എന്താ വരിക? 3 into 4 plus 2 is equal to 12 plus 2 is equal to 14, 40 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതായത് ആദ്യത്തെ 2 പദങ്ങളുടെ തുക എത്രയാണോ മക്കളെ? 14 ആണെന്ന് പറഞ്ഞിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ സമാന്തര ശ്രേണിയുടെ എന്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ? ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ആദ്യത്തെ പദം എന്ന് പറയുന്നത് എന്താണ്? 4 ആണ് അല്ലേ. ആദ്യത്തെ പദം എന്ന് പറയുന്നത് എന്താണ്? 4 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 2 പദങ്ങളുടെ തുക എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 14 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് x1 plus x2 എന്ന് പറയുന്നത് x1 plus x2 എന്ന് പറയുന്നത് 14 ആണെന്ന് അറിയാം. ഇതിൽ x1 എത്രയാണെന്ന് അറിയാണോ മക്കളെ? എനിക്ക് 4 ആണെന്ന് അറിയാം. അപ്പൊ 4 plus x2 is equal to 14. അങ്ങനെയാണെങ്കിൽ x2 is equal to എന്താണ് മക്കളെ വരിക? 14 minus 4 is equal to 10 അല്ലേ വരിക. രണ്ടാമത്തെ പദം എത്രയാ വരിക? 10 അല്ലേ വരിക. അപ്പൊ രണ്ടാമത്തെ പദം 10 അല്ലടാ മക്കളെ വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പദം 10 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആ ഒരു മൂന്നാമത്തെ പദം എന്തായിരിക്കും മക്കളെ? സ്വാഭാവികമായിട്ട് വരിക 16 ആയിരിക്കും വരിക അല്ലേ. അപ്പൊ ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഈ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാനുള്ള മക്കളെ നമ്മളോട് പറഞ്ഞത്, അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്ര ഫോം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഓൾജിബ്ര ഫോം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം അല്ലേ. എന്താ മക്കളെ വരിക? dn plus x1 minus g എന്ന് പറയുന്നതാണ് വരിക അല്ലേ. അപ്പൊ എനിക്ക് ഇവിടെ അറിയേണ്ടത് x1 എന്താണെന്ന് അറിയണം. x1 എത്രയാണ് മക്കളെ വരുന്നത്? 4 ആണ് വരുന്നത്. അതുപോലെ d എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ വരുന്നത്? 10 minus 4 is equal to 6 ആണ് വരുന്നത് അല്ലേ. ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഡിക്ക് പകരം എനിക്ക് എന്തുകൊണ്ട് കൊടുക്കണം മക്കളെ? 6 കൊണ്ട് കൊടുത്തൂടെ. അപ്പൊ 6n പ്ലസ് x1 പകരം എന്തുകൊണ്ട് കൊടുക്കണം മക്കളെ? എനിക്ക് 4 മൈനസ് ഡിക്ക് പകരം എന്ത് കൊടുക്കാം? 6 കൊടുക്കാം. കൊടുത്തൂടെ. അപ്പൊ എന്തുകൊണ്ടാണ് മക്കളെ വരിക? 6n പ്ലസ് 4 മൈനസ് 6 എത്രയാ വരിക? -2 അല്ലേ വരിക. അതായത് വേണമെന്നുണ്ടെങ്കിൽ 6n minus 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. xn is equal to എന്തുകൊണ്ട് എഴുതാടാ മക്കളെ? എനിക്ക് 6n minus 2 ആണെന്ന് പറഞ്ഞിട്ട് വരും. ഇതാണ് മക്കളെ ഈ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോവാടാ. The perimeter of a rectangle is 80 centimeters and its area 396 square centimeters. Write the facts as a second degree equation. What are the length of its sides? അതായത് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 80 മീറ്ററും പരപ്പളവ് 396 ചതുരശ്ര മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നിരിക്കുന്ന ഈ വിവരങ്ങളെ ഒരു രണ്ടാകൃതി സമവാക്യമായിട്ട് എഴുതിയിട്ട് ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇങ്ങനത്തെ ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റെക്ടാങ്കിൾ എന്ന് പറയാ. ഇതിനെ L എന്ന് പറയും, ഇതിനെ നീളം, ഇതിനെ B എന്ന് പറയും ഇല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആ ഒരു പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മക്കളെ വരിക? പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ വരിക? 2 into L plus B എന്ന് പറയുന്നതാണ് മക്കളെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ മക്കളെ? 80 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ചുറ്റളവ് 80 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടോ മക്കളെ? L plus B is equal to 80/2 is equal to 40 എന്ന് പറഞ്ഞിട്ടും. അതായത് എനിക്ക് ഇവിടെ എന്ത് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ? L plus B is equal to എന്ത് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ? 40 ആണെന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി ഇതാ ഞാനിവിടെ B എന്ന് പറയണത് x ആയിട്ട് എടുക്കുകയാണെങ്കിൽ L is equal to അപ്പൊ എന്തായിരിക്കും മക്കളെ വരിക? 40 - x അല്ലേ വരിക. B എന്ന് പറയുന്നത് x ആണെങ്കിൽ L എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 40 - x അല്ലേ വരിക. ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ. ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 ആവണമെന്നുണ്ടെങ്കിൽ BX ആണെങ്കിൽ L എന്തായിരിക്കും വരിക? 40 - x ആയിരിക്കും വരിക. ഇനി ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? L into B ആണ്. അത് 396 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ L into B എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക? 40 - x into x is equal to എനിക്ക് എന്തുകൊണ്ട് എഴുതാടാ മക്കളെ? 396 എന്ന് പറഞ്ഞിട്ട് എഴുതാം. എഴുതി കൂടെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് മക്കളെ വരിക? അത് എങ്ങനെയായിരിക്കും വരിക? 40 into x എന്തായിരിക്കും വരിക? 40x മൈനസ് x into x എന്താണ് മക്കളെ വരിക? ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40x, x into x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 396 എന്ന് കൊണ്ട് വരും. ഇനി ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറൂടാ മക്കളെ? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 396 ഇവിടെ ഓൾറെഡി എടുക്കുന്നുണ്ട്. മൈനസ് എക്സ് സ്ക്വയർ പ്രതിക്ക് വരുമ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ആയിട്ട് മാറും. പ്ലസ് 40x ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 40x ആയിട്ട് മാറും. ഈസ് ഈക്വൽ ടു 0 എന്നായിട്ട് വരും. ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക മക്കളെ? എക്സ് സ്ക്വയർ മൈനസ് 40x പ്ലസ് 396 ഈസ് ഈക്വൽ ടു 0 എന്ന് കൊണ്ട് വരും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് മക്കളെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. എനിക്ക് ഇനി ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യണം അല്ലെ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായിടാ മക്കളെ? 1 ആണ്. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ വരുന്നത്? മൈനസ് 40 ആണ്. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് മക്കളെ വരുന്നത്? 396 ആണ് വരുന്നത് ഇല്ലേ? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സോൾവ് ചെയ്യാനുള്ള ആ ഒരു വഴി അറിയാം ഇല്ലേ? എങ്ങനെയാ? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കാറ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എന്താ പറഞ്ഞിട്ട് എഴുതാം? ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞിട്ടാണ് എഴുതാറ്. അപ്പൊ അതാ ഞാൻ അവിടെ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കാൻ പോകാം മക്കളെ? ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കാൻ പോവാ. അപ്പൊ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് വരിക? മൈനസ് 40ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 396 ഇങ്ങനെയല്ലേ വരിക? അപ്പൊ ദാ മക്കളെ മൈനസ് 40ന്റെ സ്ക്വയർ എത്രയാണെന്ന് അറിയാണോ മക്കളെ? നമുക്ക് 1600 ആണ് വരിക. മൈനസ് 4 ഇൻറ്റു 396 എത്രയാണ് മക്കളെ വരിക? 4 ഇൻറ്റു 1 4 വരിക. 4 ഇൻറ്റു 396 ഇസ് ഈക്വൽ ടു എന്ന് കൊണ്ടിട്ടുള്ള മക്കളെ 1584 എന്ന് കൊണ്ട് വരും. 1584 മൈനസ് അതിനെ 1600 മൈനസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് മക്കളെ ആൻസർ വരിക? 16 ആണ് ആൻസർ വരിക. 1600 മൈനസ് 1584 എത്രയായിരിക്കും വരിക? 16 ആണ് വരിക. അതായത് ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ 16 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക? റൂട്ട് 16 ഈസ് ഈക്വൽ ടു 4 അല്ലേ വരിക? 16ന്റെ റൂട്ട് 4 അല്ലേ വരിക? അപ്പൊ ഞാൻ ഇനി ഇവിടെ നേരെ ഇവിടേക്ക് കൊടുക്കാൻ പോവാണ്. മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താണ് വരിക? ഇവിടെ ബി മൈനസ് 40 ആയി. കാരണം മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? പ്ലസ് 40. ബി സ്ക്വയർ മൈനസ് പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ എന്താണ് കണ്ടുപിടിച്ചിട്ടുണ്ടോ മക്കളെ? 4 ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 2 ഇൻറ്റു 1 2 ആണ് വരിക. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കാനാണ് മക്കളെ സാധ്യത? 40 പ്ലസ് 4/2 അതുപോലെ അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 40 മൈനസ് 4/2 അങ്ങനെയാകുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 40 പ്ലസ് 4 എത്രയായിരിക്കും വരിക? 44/2 ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? 22. അതുപോലെ എക്സ് 40 മൈനസ് 4 എത്രയാണ് മക്കളെ വരിക? 36. 36/2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 18. അപ്പൊ മേ ബി എക്സിന്റെ വാല്യൂ 22 അല്ലെങ്കിൽ 18 ആവാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ എനിക്ക് എന്തൊക്കെയാണ് മക്കളെ? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഈസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു 40 മൈനസ് എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ ആയിട്ട് 22 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ വരിക? 40 മൈനസ് 22 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? 18 ആയിരിക്കും വരിക ഇല്ലേ? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം ബി എന്ന് പറയുന്നത് 22 ആണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? എൽ ഈസ് ഈക്വൽ ടു 18 ആയിരിക്കും വരിക. ഇനി അതല്ല ബിയുടെ വാല്യൂ എന്തായിട്ട് എടുക്കുകയാണ്? 18 ആയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ബി ഈസ് ഈക്വൽ ടു 18 ആയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത്? 40 മൈനസ് 18 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? 22 ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 22. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 18 ആയിരിക്കും വരിക. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് പറയുന്നത്? ഇതല്ലേ? രണ്ടും കറക്റ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞു മാത്രം ഇത് ഇങ്ങനെയാണ് എഴുതി നോക്കുക. അപ്പൊ എഴുതി നോക്കുമ്പോൾ നമുക്കറിയാം ലെങ്ത് ആണല്ല എപ്പോഴും വലുത് വരുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമല്ലേ? അപ്പൊ ഇവിടെ ലെങ്ത് വലുതാണ്, ബ്രെഡ്ത്ത് എന്താണ് മക്കളെ? ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാടാ. അപ്പൊ ഇവിടെ എനിക്ക് എന്തുകൊണ്ട് എഴുതാടാ? എൽ ഈസ് ഈക്വൽ ടു 22 അതുപോലെ ബി ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരുന്നത്? 18 ആയിട്ടുള്ള ഒരു റെക്ടാങ്കിളിന്റെ ചുറ്റളവാണ് അല്ലെങ്കിൽ പെരിമീറ്റർ ആണ് 18 എന്ന് പറയുന്നതും അതുപോലെ അതിന്റെ ഏരിയ ആയിരിക്കും 396 എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യം എന്തായിരുന്നു മക്കളെ? റൈറ്റ് ദ ആൾജിബ്ര ഫോം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് അല്ലെ? 7, 11, 15 ഈ ഒരു സമാന്തര ശ്രേണി 7, 11, 15 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാനാണ് പറയുന്നത്. അപ്പൊ അതാ എനിക്ക് ഇവിടെ അറിയാം 7, 11, 15 എക്സിട്ര എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവിടെ x1 എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം മക്കളെ? എനിക്ക് 7 ആണെന്നും d ഈസ് ഈക്വൽ ടു എന്താണെന്ന് മനസ്സിലായിടാ മക്കളെ? 11 മൈനസ് 7 ഈസ് ഈക്വൽ ടു 4 ആണെന്ന് മനസ്സിലായി ഇല്ലേ? ഈ രണ്ട് കാര്യങ്ങളും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് x n എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കാറ് ഞാൻ? അതായത് dn പ്ലസ് x1 മൈനസ് t ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിക്ക് പകരം എന്ത് കൊടുക്കണം മക്കളെ? എനിക്ക് 4 കൊടുത്തൂടെ? 4
n plus x1 minus d എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക 7 minus 4 is equal to എന്ന് പറഞ്ഞിട്ട് മക്കളെ എനിക്ക് 4n 7 minus 4 എത്ര വരിക 3 അല്ലേ വരിക 4n plus 3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതായത് ഈ ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം എന്ന് പറയുന്നത് 4n plus 3 ആയിരിക്കും മക്കളെ വരിക. 4n plus 3 ആയിരിക്കും വരിക. ഒന്നാമത്തെ ചോദ്യം ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പ്രൂവ് ദാറ്റ് നോ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ് എന്നാണ് പറയുന്നത്. നോ ടേം ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ഓഫ് ദിസ് സീക്വൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോ എന്റെ മക്കള് എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമുക്കറിയാം, അതായത് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകള്, നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ട് തരത്തിലാണ് ആ മക്കളെ വരുന്നത്. ഒന്ന് ഇവൺ നമ്പർ ഉണ്ട്, അടുത്ത ഏതാണ് വരുന്നത് ഓഡ് നമ്പർ ഉണ്ട്. അതായത് ഇരട്ട സംഖ്യയുണ്ട്, അതുപോലെ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് ടൈപ്പുകളായിട്ടാണ് ആ മക്കളെ എടുക്കുന്നത്, അല്ലെ രണ്ട് ടൈപ്പുകളായിട്ടാണ് എടുക്കുന്നത്. ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ, രണ്ട് ടൈപ്പുകളായിട്ടല്ലേ എടുക്കുന്നത്. അപ്പൊ അതില് ഈ ഇവൺ നമ്പറിനെ ഞാൻ 2n ആയിട്ട് എടുക്കുകയാണ്. അത് നോക്കിയൊക്കെ എന്നിന്റെ വാല്യൂ ആയിട്ട് 1 കൊടുത്താൽ 2 into 1 2 ആണ് വരിക. 2 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 2 into 2 4 ആണ് വരിക. 3 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 2 into 3 6. അതായത് ഇവൺ നമ്പേഴ്സിനെ 2n കൊണ്ടാണ് സൂചിപ്പിക്കുക. അതുപോലെ ഓഡ് നമ്പേഴ്സിനെ എനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് സൂചിപ്പിക്കാം മക്കളെ 2n plus 1 കൊണ്ട് സൂചിപ്പിക്കാം. ഓഡ് നമ്പേഴ്സിനെ 2n plus 1 എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഈ രണ്ട് രീതിയിലാണ് ആ മക്കളെ ഞാൻ ഇവരെ ഡിനോട്ട് ചെയ്യാൻ പറയുന്നത്. ഇവരുടെ സ്ക്വയർ എന്ന് പറയുമ്പോ ഇവരുടെ സ്ക്വയർ എന്ന് പറയുമ്പോ ഈ ഇവൺ നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ് മക്കളെ? ഇവരുടെ സ്ക്വയർ നോക്കുകയാണെങ്കിൽ 2n അതായത് വർഗ്ഗങ്ങളിലെ പറഞ്ഞിട്ടുള്ള ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ശ്രേണിയിലെ എണ്ണൽ സംഖ്യയുടെ വർഗവും അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ. നോ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് എ ടേം ഓഫ് ദ സീക്വൻസ് എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇരട്ട സംഖ്യയുടെ സ്ക്വയറിന്റെ പ്രത്യേകത എന്താ നോക്കണം. എന്താ ഇരട്ട സംഖ്യയുടെ സ്ക്വയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 2n സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 2 സ്ക്വയർ 4 ആയിരിക്കും വരിക. n സ്ക്വയർ 4n സ്ക്വയർ ഇങ്ങനെയല്ലേ വരിക? 4n സ്ക്വയർ അല്ലേ വരിക? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും എന്നിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കാനാണ് അതായത് അല്ലേ 4n സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയല്ലേ വരിക. ഇനി അതുപോലെ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും 4ന്റെ മൾട്ടിപ്പിൾ മാത്രമായിരിക്കാനാണ് സാധ്യത. ഇനി അതുപോലെ ഇവിടെ ഒറ്റ സംഖ്യയുടെ കേസ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ മക്കളെ വരിക എന്ന് പറയുന്നത്? 2n plus 1 ഹോൾ സ്ക്വയർ ആണ് വരിക. 2n plus 1 ഹോൾ സ്ക്വയർ ആണ് വരിക. അപ്പൊ ഇവിടെ ഞാൻ നോക്കിയടാ, ഇത് ഏത് ഫോർമാറ്റിലാണ് എടുക്കുന്നത്? a plus b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലാണ് എടുക്കുന്നത്. a plus b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ എന്നാ പറയുന്നത് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ ഇങ്ങനെയല്ലേ വരിക. അപ്പൊ എനിക്ക് ഇവിടെ എന്തുകൊണ്ട് എഴുതാടാ? 2n സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? 4n സ്ക്വയർ അല്ലേ, പ്ലസ് 2 into 2n 4n പ്ലസ് 1 ഇങ്ങനെയല്ലേ വരിക. അതായത് 4n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1 ഇതാണ് മക്കളെ നമ്മുടെ എന്തെന്ന് പറയണത് ഓഡ് നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയ മക്കളെ, ഇവിടെ ഈ പറഞ്ഞ ഓഡ് നമ്പറിന്റെ ആണെങ്കിൽ അതായത് 4ന്റെ മൾട്ടിപ്പിൾസിന്റെ കൂടെ അതായത് ഒരു 1 ആണ് വരിക. 4ന്റെ മൾട്ടിപ്പിൾസിന്റെ കൂടെ എന്താണ് വരിക? ഒരു 1 ആണ് വരിക. ആഡ് ചെയ്യേണ്ടത് എന്തായിരിക്കും എന്നാ പറയണത്? 1 ആണ് വരിക. ഇവിടെയാണെങ്കിലോ മക്കളെ 4n സ്ക്വയർ മാത്രമേ വരുള്ളൂ. ഈ പറഞ്ഞ രണ്ടാൾക്കാരും അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടേമുകളുടെയും പ്രത്യേകത എന്താണ്? 4ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. 4ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു സീക്വൻസിലുള്ള ആൾക്കാരെ കിട്ടുള്ളൂ. ഈ പറഞ്ഞ കണ്ടീഷൻ ഇവിടെ ബ്രേക്ക് ആവുകയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തെന്ന് പറയാടാ, ഇതിലൊരു ടേമും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് മക്കളെ നമ്മൾ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കൾ ഇങ്ങനെ ചെയ്താൽ മതി. അതായത് രണ്ട് സെക്ഷൻ ആയിട്ട് എടുക്കുക, ആ ഒരു കമ്പയർ ചെയ്ത് നോക്കുക. നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇവിടെ വരുന്നത് 4n സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ്, അതായത് 4ന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നത്. അവിടെ ആകുമ്പോൾ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതല്ല ഒറ്റ സംഖ്യ ആണെങ്കിലോ മക്കൾ എങ്ങനെയായിരിക്കും പറയണത്? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4n plus 1 ആണ് വരുന്നത്. അതായത് 1 ആഡ് ചെയ്ത് കഴിഞ്ഞുള്ള ആളാണ് വരുന്നത്. നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ഏതാണ് മക്കളെ? 4n plus 3 അല്ലേ. നമ്മുടെ ഈ ഒരു സീക്വൻസിന്റെ ഫോർമാറ്റ് എന്നുള്ളത് 4n plus 3 അല്ലേ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഒരൊറ്റ ടൈമും വരില്ല എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ മക്കളെ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത write the polynomial x square plus x minus 56 as the product of two first degree polynomials. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56 എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓൾറെഡി എന്റെ മക്കളോട് ഞാൻ ഈ ഒരു ഇക്വേഷൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏത് ഫോർമാറ്റിലാണ് വരുന്നത് എന്ന് നോക്കി നോക്കുക. ഇല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റുകളാണ് മക്കളെ. ഞാൻ നോക്കി, ഇവിടെ ആദ്യത്തെ സൈൻ പ്ലസ് ആണ്, രണ്ടാമത്തെ മൈനസ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ പ്ലസ് ആണ് വരുന്നത്, ഇവിടെ പ്ലസ് മൈനസ് ആണ് വരുന്നത്. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള ആള് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ഫോർമാറ്റിലാണ് മക്കളെ എടുക്കുന്നത് അല്ലേ.
അപ്പൊ ഇവിടെ എക്സിന്റെ അപ്പുറത്ത് എടുക്കുന്ന ആളാരാടാ 1 അല്ലേ. അപ്പൊ ഇവിടെ ഈ എക്സിന്റെ അപ്പുറത്ത് എടുക്കുന്ന ആളാരാ വരുന്നത് a മൈനസ് ബി ഈസ് ഈക്വൽ ടു എനിക്ക് എന്താന്ന് പറഞ്ഞിട്ട് കിട്ടും 1 ആണെന്ന് കിട്ടും. അതുപോലെ മൈനസിന്റെ അപ്പുറത്ത് എടുക്കുന്ന ആളാരാ എ ബി ഈസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിട്ട് കിട്ടും മക്കളെ എനിക്ക് 56 ആണെന്ന് മനസ്സിലായി. എ ബി ഈസ് ഈക്വൽ ടു 56 ആണെന്ന് മനസ്സിലായി. ഇനി 56ന്റെ മൾട്ടിപ്പിൾസ് എഴുതാൻ പോവാണ്. 56ന്റെ മൾട്ടിപ്പിൾസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. 8 ഇൻറ്റു 7 എത്രയാണ് മക്കളെ വരിക? 56 അല്ലേ വരിക. അപ്പൊ നാം നോക്കിയാടാ 8 മൈനസ് 7 എന്ന് പറയുമ്പോൾ 1 ആണ് വരിക. അതുപോലെ 8 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക? 56 ആണ് വരുന്നത്. അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് എയുടെ വാല്യൂ ആയിട്ട് 8 എടുക്കാം, ബിയുടെ വാല്യൂ ആയിട്ട് എന്ത് എടുക്കാം മക്കളെ? 7 കൊടുത്തൂടെ? എയുടെ വാല്യൂ ആയിട്ട് 8 എടുക്കാം, ബിയുടെ വാല്യൂ ആയിട്ട് 7 കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ ദാ ഈ ഒരു സാധനത്തിന്, ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാന്നാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? അതായത് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് പറഞ്ഞിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ ഇവിടെ എക്സ് പ്ലസ് എക്ക് പകരം എന്ത് കൊണ്ട് കൊടുക്കണം മക്കളെ? എനിക്ക് എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് മൈനസ് 7. ഇതാണ് മക്കളെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം എന്താണ് മക്കളെ? Calculate the coordinate of the points where the graph of the polynomial x square plus x minus 56 intersect the x axis. അതായത് ഈ ഒരു ബഹുപദത്തിന്റെ ചിത്രം എക്സ് ആക്സിസിനെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് മക്കളെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ ദാ ഈ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരാമില്ലേ. ഇതിവിടെ ഈ എക്സ് ആക്സിസിനെ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ 2 പോയിന്റിൽ കൂട്ടിമുട്ടുണ്ടാവുന്നുള്ളത് നമുക്ക് അറിയാമില്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോണത്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പോവാ. ഇവിടെ ഓൾറെഡി ഞാൻ ഇതിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് മൈനസ് 7 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56 അല്ലേ വരിക. ഇത് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത്? എക്സ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു 0 ആവാം, അല്ലെങ്കിൽ എന്താ പറയാ എക്സ് മൈനസ് 7 ഈസ് ഈക്വൽ ടു 0 ആവാം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 മൈനസ് 8 ഈസ് ഈക്വൽ ടു മൈനസ് 8ഉം, അതുപോലെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 പ്ലസ് 7 ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വരിക? 7 എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇതാ ഇവിടെ ഈ ഒരു വര ഗ്രാഫിനെ മുറിച്ച് കടക്കുന്ന പോയിന്റുകളുടെ പ്രത്യേകത എന്തായിരിക്കും മക്കളെ? ഇതൊക്കെ എക്സ് ആക്സിസിമലത്തെ പോയിന്റ് ആണ്. എക്സ് ആക്സിസിമലത്തെ പോയിന്റുകളിലേക്കും പ്രത്യേകത എന്താണ്? എക്സിന് മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ, വൈയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിട്ടല്ലേ വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോയിന്റുകൾ എക്സിന്റെ വാല്യൂ ഇവിടെ ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ചിട്ടില്ലേ? -8,0 എന്ന് പറയുന്നതാണ് ആദ്യത്തെ പോയിന്റ് വരിക. രണ്ടാമത്തെ പോയിന്റ് ഏതാണ് വരിക? 7,0 എന്ന് പറയുന്നതാണ് വരിക. ഈ 2 പോയിന്റുകളാണ് മക്കളെ ഈ ഒരു ഗ്രാഫ് എക്സ് ആക്സിസിനെ കൂട്ടിമുട്ടിക്കുന്ന ബിന്ദുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇത്രയുള്ളോടാ മക്കളെ നമ്മുടെ സെക്ഷൻ ഡി എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്തു പഠിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സെക്ഷൻ എയുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് കൃത്യമായിട്ട് ചെയ്തു പഠിക്കുക. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. നിങ്ങൾ പെട്ടെന്ന് ഞാൻ ഓടിച്ചൊന്ന് വേഗം പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കണ്ടതിന് ശേഷം മാത്രം എന്താ പറയുക, കൃത്യമായിട്ട് പഠിക്കണം മക്കളെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് സിഗ്മ സൊല്യൂഷൻ.